അവസാന ഘട്ടമാകുമ്പോൾ ദുഷ്ടസംഘത്തിന്റെ പുറപ്പാട് ലോകത്ത് സജീവമാകും. അവർ അനേകമുണ്ടാകും. പരിശുദ്ധ കഅബയെ പൊളിക്കാനാണ് അവർ പുറപ്പെടുക. ഈസ നബിയും വിശ്വാസികളുമായി പോരാടുമെന്നാൽ അവർ അത് വിജയിക്കില്ല. താമസിക്കാതെ മഹാനായ ഈസ നബി ലോകത്തോട് നിന്ന് വിട പറയും. ലോകം മുഴുവനും കണ്ണീർ കയത്തിൽ ആണ്ടുപോകുന്ന ദിനമുണ്ടല്ലോ. ഈസ നബി അലൈഹിസ്സലാമിന്റെ മയ്യത്ത് മദീനയിലെ ഇന്ന് മാറ്റിയിട്ടപ്പെട്ട റസൂലുള്ളാഹിന്റെ റൗളയുടെ ഭാഗത്തിലുള്ളല്ലോ. ആ സ്ഥലത്ത് മഹാനായ ഈസ നബിയെ ആ സമയത്ത് മറമാടപ്പെടുമെന്നാണ്. കഅബയെ ആ ദുഷ്ടന്മാരെ പൊളിക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ജിദ്ദയിലുള്ള കടലിലേക്ക് കടൽ ഇടുക്കിലേക്ക് എറിയപ്പെടും. ലോകം മുഴുവനും വീണ്ടും നാശത്തിലേക്കും കുഴപ്പത്തിലേക്കും അകപ്പെടുന്ന ദിവസം ആ കഅബയെന്ന് പൊളിക്കുന്ന രംഗം നോക്കേ, ആ മസ്ജിദുൽ ഹറം എന്ന് പൊളിക്കുന്ന രംഗം നോക്കേ. ജനങ്ങൾ തെമ്മാടികളായി മാറുന്ന കാലം വരും. മാത്രമല്ല അവരെ നേർവഴിയിലാക്കാൻ നയിക്കാൻ നല്ലൊരു മാനവനില്ലാത്ത കാലം, നല്ലൊരു ഭരണകർത്താവില്ലാത്ത കാലം, വിശ്വാസികൾക്ക് ഏത് രക്ഷയുമില്ലാതാകുന്ന കാലം. അവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഹജ്ജിന് അവിടെ പോകാൻ കഴിയില്ല, ചെയ്യാൻ കഴിയില്ല. വെള്ളിയാഴ്ച ജുമയില്ല, മസ്ജിദുൽ ഹറമിൽ ജുമാ നടത്താൻ കഴിയില്ല. വ്യഭിചാരങ്ങളും കൊലകളും കൊല്ലവെപ്പുകളും ചതികളും വ്യഭിചാരങ്ങളും അക്രമങ്ങളും കള്ളുകുടികളും അഴിഞ്ഞാട്ടങ്ങളും പരസ്യമായി നടമാടുന്ന കാലം വരും. അധികം താമസിക്കാതെ ശീതളക്കാറ്റടിക്കും സത്യവിശ്വാസികളെല്ലാം പനി പിടിക്കപ്പെട്ട് അവരെല്ലാം അന്ന് മരിച്ചു പോകുമെന്നാ. പിന്നെ ഈ ഭൂലോകത്ത് അല്ലാഹു അല്ലാഹു എന്ന് ഉച്ചരിക്കുന്ന ഒരൊറ്റ മനുഷ്യനുണ്ടാകില്ല. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ഒരാൾ ഇല്ലാത്ത കാലം വന്നാൽ അങ്ങനെയുള്ളൊരു കാലം വരും. അതാ ഒരൊറ്റ മനുഷ്യനുണ്ടാകില്ല അല്ലാഹുവിനെ വിളിച്ചു പോകാൻ, അല്ലാഹയെ വിളിക്കാൻ മനുഷ്യനില്ലാത്ത കാലം വരും. അതാ ആവശ്യമായ അതുപോലെ തന്നെ ഖുർആൻ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്ന മുസാഫിലെ എഴുത്തുകൾ മാഞ്ഞു പോകുന്ന കാലം വരും. അതാ ജനങ്ങളെ പേടിച്ച് വിറക്കും, വല്ലാത്ത അവസ്ഥയിലാണ്. അതാണ് അത് വരാനിരിക്കുന്ന ഒരു കാലമായി കാര്യങ്ങൾ പെട്ടതല്ലേ. അതെ, എന്താണ് അവസാന നാളിനെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ കർമ്മവാദയിൽ പെട്ടതല്ലേ. കാര്യങ്ങൾ പെട്ട വിശ്വാസപരമായ കാര്യങ്ങൾ പെട്ടതല്ലേ.